എക്കോ ഈ മാസം റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ്. ഈ സിനിമ പലരും കളങ്കാവലും വിലായത്ത് ബുദ്ധയും ഒക്കെ വരുന്നതിനിടയ്ക്ക് മറന്നു പോകുന്നൊരു സിനിമയാണ്. എക്കോ എന്ന് പറയുന്നത് നിങ്ങൾ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം യൂട്യൂബിനകത്ത് ഗംഭീര ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഗംഭീര ട്രെയിലർ. നമ്മളൊരു ഹോളിവുഡ് ട്രെയിലർ കാണുന്ന ലെവലിലാണ് ഇതിൻ്റെ ട്രെയിലർ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ സംവിധാനം ദിഞ്ജിത്താണ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഗംഭീര സിനിമയാണ്. ആസിഫ് അലിയും വിജയരാമനും ഒക്കെ തകർത്ത് അഭിനയിച്ച കിഷ്കിന്ധാകാന്ഡം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണിത്. അന്നേരം ഈ സിനിമ അദ്ദേഹം ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ പറഞ്ഞത് ആ കഥ കേട്ട് അത്രയും ത്രില്ലടിച്ചുകൊണ്ട് മാത്രമാണ്, നമുക്ക് സൂപ്പർ സ്റ്റാറുകളൊന്നും വേണ്ട, കണ്ടന്റാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എടുത്തത്, ഇത് സംവിധാനം ചെയ്തത്. അതുകൊണ്ട് അത് ഗംഭീര ഒരു സിനിമയാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വിഷ്വലൈസിങ്ങും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ സൂപ്പറാണ്. ഒരു പക്ഷേ എക്കോ ഒരു ഗംഭീര വിജയമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സന്ദീപാണ് നായകൻ. പടക്കളത്തിനകത്ത് പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച സന്ദീപ് ഇതിനകത്ത് നായകനായിട്ടാണ്. എന്തായാലും ഗംഭീര വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.